ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ട്രിഗണോമെട്രി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടെ ഒരു ഹയർ വേർഷനായിട്ട് കരുതാവുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. നമുക്ക് പല മേഖലകൾ, സയൻസിൻ്റെ തന്നെ പല മേഖലകളിൽ വളരെ പ്രധാനമേറിയ ഒരു ചാപ്റ്ററാണ് ഇത്. സയൻസിൻ്റെ, എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ മേഖലകളിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി വളരെ അത്യാവശ്യമാണ്. പല ഇൻ്റഗ്രൽസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ റിലേഷൻസിൽ പഠിച്ചു, ഇറ്റ് മസ്റ്റ് ബി 1 1 ആൻഡ് ഓൺ 2. 1 1 ഓൺ 2 ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇൻവേർട്ടിബിലിറ്റി ഉണ്ടെന്ന് പറയാം, അത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്തായിരിക്കണം? 1 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. നമുക്കറിയാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 1 1 അല്ല, ഓൺ 2 അല്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ ഗ്രാഫിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇത് ഇൻവേർട്ടബിൾ അല്ലെന്ന്. അപ്പോൾ നമ്മൾ ഇൻവേർട്ടബിൾ ആക്കാൻ വേണ്ടി ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നു. ചില പരിമിതികൾക്കുള്ളിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻവേർട്ടബിളായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അതെല്ലാമാണ് നമ്മൾ ഇൻവേഴ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി 1 1 ആൻഡ് ഓൺ 2. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ നമ്മൾ +1 പഠിച്ച ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡൊമൈന് റേഞ്ച് ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇവിടെ ഡൊമൈന്, ഇവിടെ റേഞ്ച്. ഓക്കെ, ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ റിയൽ നമ്പറാണ് ഡൊമൈൻ, റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ്. കോസ് ആണെങ്കിലും സെയിം R -1 1 ആണ്. ടാൻ ആണെങ്കിൽ എന്താണ് ഇത് വരുന്നത്? R -2n + 1 π/2. ഓക്കെ, അതാണ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 റിയൽ നമ്പേഴ്സിൽ നിന്ന് കുറച്ചതാണ്. ഓക്കെ, റേഞ്ച് വരുന്നത് എന്താണ്? R ആണ്. പിന്നെ കോട്ടിലും ഇവിടെ R തന്നെ, ഇവിടെ R - nπ ആണ്. ഓക്കെ, നാച്ചുറൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ നിന്ന്, റിയൽ നമ്പേഴ്സിൽ നിന്ന് nπ കുറയ്ക്കുന്നതാണ് കോട്ടിൻ്റെ വരുന്നത്. പിന്നെ സീക്കിൻ്റെ എന്ന് തന്നെയാണ് R -2n + 1 π/2. റേഞ്ച് R ഓപ്പൺ ഇൻ്റർവൽ -1 1. കോസീക്കൻറ്റ്. ഓക്കെ, അത് കൊസീക്ക്, അതിൻ്റെ എന്ന് പറയുന്നത് R nπയും ഇവിടെ സെയിം R -1 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ +1 ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി സൈൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ സൈൻ്റെ ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഞാൻ വരയ്ക്കുന്നില്ല, കാര്യം കുറച്ച് ടൈം എടുക്കും വൃത്തിക്കൊക്കെ ഒന്ന് വരയ്ക്കാൻ. പിന്നെ വരച്ച് വരുമ്പോഴും അറിയാമല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു പടം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം. വാല്യൂസും കറക്റ്റായിട്ട് ഇട്ടാൽ ഞാനൊരു പടം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ പടം നോക്കുക. അപ്പോൾ ഇതാണ് സൈനിൻ്റെ ഗ്രാഫ്. അപ്പോൾ സൈനിൻ്റെ ഗ്രാഫിൽ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും, അതായത് ഒരു ഫംഗ്ഷൻ 1 1 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് റിലേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഒന്നിലേറെ തവണ മുട്ടി. അപ്പോൾ ഇതെന്താണ്? 1 1 അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, 1 1 അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇത്രയും എനിക്ക് ഡൊമൈൻ വേണ്ട, ഞാൻ ഇതിനൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ആ ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ഗ്രാഫ്, നടുക്ക് കാണുന്ന ആ നീല സെക്ഷനില്ലേ, ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? 1 1 ഓൺ 2 അപ്പോൾ ഇതിനെയാണ് ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സൈനിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ മതി. ഓക്കെ, അപ്പോൾ അത്രയും ആയാൽ തന്നെ എന്താണ് അത് സൈൻ്റെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളന്ന് ജസ്റ്റ് അതിനൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു ആ ഡൊമൈന്, അതാണ് റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അറിയാമല്ലോ, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോഴേക്കും പലർക്കും ഒരു തെറ്റിദ്ധാരണ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/sin x. അല്ല, 1/sin x എന്താണ്? കൊസീക്ക് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ പാമ്പ് പോലത്തെ സൈൻ്റെ ഗ്രാഫ് അത് തിരിഞ്ഞു.
ഓക്കെ, തറയിൽ കൂടെ പോകുന്നൊരു പാമ്പ് മരത്തിൽ കൂടെ കയറിയെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, തറയിൽ കൂടെയാണ് സൈൻ്റെ ഗ്രാഫ്. ഇത് ഈ ഗ്രാഫ് തറയിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ഗ്രാഫ് പാമ്പ് മരത്തിൽ കൂടെ കയറുന്ന പോലെ ആയി. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ റേഞ്ച് എന്താണ്? -1 1 ആണ്. പക്ഷെ നമുക്ക് എന്ത് അത് ഓക്കെ, അത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഡൊമെയിൻ നമുക്ക് വരുന്നത് -π/2 മുതൽ π/2 വരെയാണ്. അതായത് ഈ ഡൊമെയിൻ്റെ ഉള്ളിലാണ് എന്ത് ആ ഫങ്ഷൻ ഇൻവേർട്ടിബിൾ ആവുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. റിയൽ നമ്പർ മൊത്തത്തിൽ വേണ്ട. -π/2 മുതൽ π/2 വരെ ഞാൻ നേരത്തെ കാണിച്ചില്ല. -π/2 to π/2 ഡൊമെയിൻ എടുക്കുന്ന സമയത്ത് അത് ഇൻവേർട്ടബിൾ ആവുന്നതായിട്ട് കാണാൻ പറ്റും. റേഞ്ച് -1 1. ഓക്കെ, അത്ര ഓക്കെയാണ്. ഇനി സൈൻ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ തിരിച്ചിടണം. ഓക്കെ, അപ്പോൾ തിരിച്ചിടുമ്പോഴുള്ള പടം കാണിച്ചു തരാം. ഈ പടം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് സൈനിൻ്റെ ഇൻവേഴ്സ് വരുന്നത്. ഓക്കെ, ഇൻവേഴ്സ് വരുമ്പോഴേക്കും നോക്കുക -π/2. ആ ഗ്രാഫ് തിരിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ -π/2 മുതൽ π/2 വരെയാണ് അത് ഇൻവേർട്ടബിൾ ആവുന്നത്. ഡൊമെയിൻ എന്താണ്? -1 മുതൽ 1 വരെയാണ്. അപ്പോൾ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇങ്ങോട്ട് കട്ടിച്ച് വരയ്ക്കാത്ത കാര്യം എന്താണ്? അങ്ങനെ വരച്ചാൽ അതിൻ്റെ ഇൻവേർട്ടബിലിറ്റി പോകില്ല. നമുക്ക് ഒരു പ്രത്യേക ഡൊമെയിനെ തന്നെ നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് മൊത്തം ഡൊമെയിൻ എനിക്ക് വേണ്ട, റിയൽ നമ്പേഴ്സ് മൊത്തത്തിൽ വേണ്ട. ഞാൻ ആ ഡൊമെയിനെ വളരെ ചെറുതാക്കുവാണ്. അതായത് -π/2നും π/2നും ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യുന്നു? റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് മൊത്തത്തിൽ മാറും. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് നോക്കിക്കേ, എന്തായി? ഈ റീജിയൻ, അതായത് ഡൊമെയിൻ -1 1 ആണ്. റേഞ്ച് എന്താണ്? -π/2 to π/2. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാം. അതായത് പല സെക്ഷൻ എടുക്കാം. ഇപ്പം ഞാൻ എടുത്ത കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. ഇവിടെ നിന്ന് ഇത്രയും വരുന്ന കേസാണ്. ഓക്കെ, എനിക്ക് ഇത് വരുന്ന കേസ് എടുക്കാം. ഓക്കെ, ഇത് വരുന്ന കേസ് എടുക്കാം. ഇങ്ങനെ എല്ലാ കേസ് എടുത്തു കഴിഞ്ഞാലും എനിക്കത് 1 1 ഇൻവെർട്ടബിൾ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു ബ്രാഞ്ച് ഫിക്സ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ ഇവിടെ റേഞ്ച് ആയിട്ട് വരുന്നത് -π/2 to π/2 ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും വാല്യൂസ് പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പറഞ്ഞു. ഇപ്പോൾ റേഞ്ച് അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡൊമെയിൻ ആദ്യം വന്നിരുന്നു 6, റേഞ്ച് -1 1. ഇവിടെ എത്തുമ്പോഴേക്കും ഡൊമെയിൻ ആ ഫംഗ്ഷൻ തിരിഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് തിരിയും. അപ്പോൾ റേഞ്ച് -1 1 തന്നെയാണ്. പക്ഷേ ഡൊമെയിൻ ഞാൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തതൊന്നും ചുരുക്കി എൻ്റെ ഒരു ആവശ്യത്തിന്. സോ അത് -π/2 to π/2 ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ടെക്സ്റ്റിലും വരുന്നത്. സൈൻ്റെ അത് ഡൊമെയിൻ ടു റേഞ്ച് വാല്യൂവിൽ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻവെർട്ടിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ട്, നമുക്ക് 6 പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി സൈൻ എക്സിൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും ഗ്രാഫ് ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് എന്ത് സൈനിൻ്റെ ഗ്രാഫ്, ഇതാണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. ഇത്രയും വരത്തില്ല, ആ ഒരു രൂപം പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഞാൻ y = x എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. ആ സ്ട്രേറ്റ് ലൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആണിത്, ഇതിൻ്റെ മിറർ ഇമേജ് ആണിത്. അതായത് രണ്ടും പരസ്പരം സിമെട്രിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിമെട്രിക് ആയിട്ടാണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി കോസിൻ്റെ കാര്യം നോക്കാം. കോസിൻ്റെ എന്താ പറഞ്ഞത്? ഡൊമെയിൻ 6, റേഞ്ച് -1. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമോ? ഇൻവെർട്ടിബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പടം നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും ഇതൊരിക്കലും എനിക്ക് എന്താണ് ഇൻവെർട്ടിബിളായിട്ട് കിട്ടില്ല. കാര്യം ഒന്നിൽ കൂടുതൽ തവണ കട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ നേരത്തെ എടുത്ത പോലെ -π/2 to π/2 എടുക്കാവോ നോക്കുക. -π/2 to π/2 എടുത്തു. ഇൻവെർട്ടബിൾ ആവോ? ഇല്ല. കാരണം എന്താണ്? ആ ഷേപ്പിൽ വന്നേക്കുന്ന അവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ 2 തവണ മുട്ടും. അപ്പോൾ എന്താണ്? അത് വരത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചു, 0 മുതൽ π വരെ എടുത്തു. ഇപ്പം നോക്കിക്കേ, അതിൽ കൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച ഒരു തവണയെ ടച്ച് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഡൊമെയിൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു,
0 to π ആക്കി. നേരെ തിരിച്ച് ഡൊമെയിൻ എന്താക്കി -1 to 1 തന്നെ ആക്കി. ഓക്കെ, അതാണ് ഇവിടെ വരുത്തിച്ചേക്കുന്ന ചേഞ്ച്. -1 to 1 0 to π വരെ. അതായത് ഇത് നേരെ തിരിയുന്നു, റേഞ്ച് ജസ്റ്റ് തിരിയുന്നു, ഡൊമെയിൻ അത് തന്നെ തിരിയത്തില്ല. കാര്യം ഡൊമെയിൻ അങ്ങനെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെർട്ടിബിൾ ആവും ഇല്ല. അപ്പം ഞാൻ ഡൊമെയിൻ ഒന്ന് ചുരുക്കുന്നു, 0 to π വരെ ആക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ചേഞ്ച്. അതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണാം. ഇതാണ് ഗ്രാഫ്. അപ്പോൾ നോക്കുക, ഡൊമെയിൻ വരുന്നത് -1 മുതൽ 1 വരെയാണ്. റേഞ്ച് വരുന്നത് ഓക്കെ നോക്കുക 0 മുതൽ π വരെയാണ്. അതായത് ഈ സംഭവം ആ കട്ടിച്ച് വരച്ചേക്കുന്ന കാണാം, ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൊസീക്കിൻ്റെ വരുന്നത്. ഇനി കൊസീക്ക് ഇൻവേഴ്സിൻ്റെ സീക്ക് ഇൻവേഴ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, കൊസീക്കിൻ്റെ എങ്ങനെയാണ് വരുന്നത്? r - n π ആണ് ഡൊമെയിൻ, r - -1 ആണ് എന്ത് റേഞ്ച് എന്ന് പറയണത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് തിരിച്ച് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ r - -1 തന്നെ കിട്ടും, ഡൊമെയിൻ അത് കിട്ടും. ഓക്കെ, തിരിച്ചു വരുമ്പോഴും ഡൊമെയിൻ അത് കിട്ടും. ഇവിടെ വരുമ്പോഴേക്കും റേഞ്ച്, ഇവിടുത്തെ ഡൊമെയിന് റേഞ്ച് ആക്കിയിട്ട് മാറ്റി എഴുതുന്ന സമയത്ത് അത് തന്നെ എഴുതാവോ? ഇല്ല, നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. എന്തിന്? അതിൻ്റെ ഇൻവെർട്ടിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് -π/2 to π/2 ക്ലോസ്ഡ് ഇൻ്റർവെൽ സെറ്റ് 0 ആണ് ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ റേഞ്ച് ആയിട്ട് കിട്ടുന്നത്. ഗ്രാഫ് നോക്കാം. ഇപ്പം ഇതാണ് കൊസീക്ക് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയണത്. അപ്പോൾ ഇവിടെ സെയിം തന്നെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം 2 തവണ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫംഗ്ഷനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും -π/2ക്കും π/2ക്കും ഇടയിൽ. ഓക്കെ, -π/2ക്കും π/2ക്കും ഇടയിൽ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അത് ഇൻവെർട്ടബിൾ ആവുന്നതായിട്ട് കാണാം. -π/2 മുതൽ π/2 വരെയുള്ള എല്ലാ വാല്യൂസും പറ്റും, പക്ഷെ 0യിൽ ഇല്ലാത്തത് കൊണ്ട് 0 നമ്മൾ അവഗണിച്ച് കളയുന്നു, ഇഗ്നോർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 0 സെറ്റായിട്ട് അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സീക്ക് ഇൻവേഴ്സിൻ്റെ നോക്കാം. സീക്ക് ഇൻവേഴ്സിൻ്റെയും സെയിം തന്നെ ഗ്രാഫ് നോക്കുക. സീക്ക് ഇൻവേഴ്സിൻ്റെ വരുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായി. സീക്ക് ഇൻവേഴ്സിൻ്റെ r - 2n + 1 π/2 ആണ് ഡൊമെയിൻ, r - -1 ആണ് എന്ത് റേഞ്ച് വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴേക്കും r - -1 ഡൊമെയിനായിട്ട് വരും. റേഞ്ച് എന്ന് പറയുന്നത് ന്യൂ കേസാണ്, 0 to π വരെയുള്ള എല്ലാം വരും, പക്ഷെ π/2 സെറ്റായിട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. ഗ്രാഫ് നോക്കാം. ഓക്കെ, ഇതാണ് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ അവിടെ നോക്കുക, അത് ഇൻവെർട്ടബിൾ അല്ലെന്ന് മനസ്സിലാവും. കാര്യം ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2ൽ കൂടുതൽ തവണ വരും. അപ്പോൾ ഞാനിവിടെ ഡൊമെയിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, 0 to π വരെ ആക്കുക, പക്ഷെ π/2 റിമൂവ് ചെയ്തും കളയുക. π/2 ഗ്രാഫ് ഇല്ല. ഓക്കെ, അത് കാണാൻ പറ്റും, പോയിൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ r - -1 ആണ് ഇവിടുത്തെ ഡൊമെയിൻ, റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ. അത് റേഞ്ചായിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π to π/2 ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സിൻ്റെ നോക്കാം. ഇവിടെ ടാൻ എക്സിൻ്റെ നോക്കുക. ഓക്കെ, ടാൻ എക്സിൻ്റെ വരുമ്പോഴേ അപ്പോൾ അതാണ് ഇത്. ഗ്രാഫ് നോക്കാം. ഓക്കെ, ഇതാണ് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ അവിടെ നോക്കുക, അത് ഇൻവെർട്ടബിൾ അല്ലെന്ന് മനസ്സിലാവും. കാര്യം ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2ൽ കൂടുതൽ തവണ വരും. അപ്പോൾ ഞാനിവിടെ ഡൊമെയിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, 0 to π വരെ ആക്കുക, പക്ഷെ π/2 റിമൂവ് ചെയ്തും കളയുക. π/2 ഗ്രാഫ് ഇല്ല. ഓക്കെ, അത് കാണാൻ പറ്റും, പോയിൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ r - -1 ആണ് ഇവിടുത്തെ ഡൊമെയിൻ, റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ. അത് റേഞ്ചായിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π to π/2 ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സിൻ്റെ നോക്കാം. ഇവിടെ ടാൻ എക്സിൻ്റെ നോക്കുക. ഓക്കെ, ടാൻ എക്സിൻ്റെ വരുമ്പോഴേക്കും നമുക്ക് റിയൽ നമ്പേഴ്സ് തന്നെ വരും. അപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിവിടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരു തവണയാണ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ ഇൻവെർട്ടബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളതിനെ തിരിച്ചിടണം. ഓക്കെ, അപ്പോൾ അതിന് ഈ ഷേപ്പിൽ വരും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ഷേപ്പിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് ഇൻവെർട്ടബിളായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടാനിൻ്റെ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് r - 2n + 1 π/2 2n + 1 π/2 ഡൊമെയിനായിട്ട് വരുന്നു.
റേഞ്ച് 6 ആണ്. ഓക്കെ, അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് ഡൊമെയിൻ, അതായത് ടാൻ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ 6 തന്നെയാണ്. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 ആണ്. അത് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ നേരെ തിരിച്ച് വരുന്നത്. ഓക്കെ, അതിന് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക, ഫംഗ്ഷൻ ഒന്ന് തലതിരിച്ച് പിടിക്കുക. ഓക്കെ, തറയിൽ കൂടെ എഴുതുന്നത് മുകളിൽ കൂടെ എഴുതുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും ഫങ്ഷൻസാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് കോട്ടിൻ്റെയും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, കോട്ടിൻ്റെ പഠിച്ചത് എങ്ങനെയായിരുന്നു? R - nπ ആണ് ഡൊമെയിൻ, റേഞ്ച് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴും 6 തന്നെ വരും. എന്താണ്, ജസ്റ്റ് റേഞ്ച് ഇവിടെ ഫ്ലിപ്പ് ആവുന്നു. അപ്പോൾ അത് സെയിം ആയിട്ട് തന്നെ വരും. ഡൊമെയിൻ മൊത്തത്തിൽ വേണോ? വേണ്ട, റെസ്ട്രിക്റ്റ് ചെയ്തത് മതി. റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് 0 to πയിലേക്കാണ്. ഓക്കെ, 0 to πയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 0യിലും πയിലും ഇല്ലാത്തത് കൊണ്ട് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് കോട്ടെക്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും ഗ്രാഫ് കാണാം. ഇതാണ് കോട്ടെക്സിൻ്റെ ഗ്രാഫ്, ഇതാണ് കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാത്തിനും ഒരു പെട്ടിയാക്കിയിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ സൈനിൻ്റെ എന്ന് പറയുന്നത് ഡൊമെയിൻ റേഞ്ച് -1 1 ആണ്. റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ റേഞ്ചായിട്ട് വരുന്നത് -π/2 to π/2 ആണ്. ഓക്കെ, കോസിൻ്റെയും സെയിം തന്നെയാണ് വരുന്നത്, മാറ്റമൊന്നുമില്ല. പക്ഷേ റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π ആകും. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, അത് R- സെറ്റ് -1 1, ഇവിടെ -π/2 to π/2 സെറ്റ് 0. ഓക്കെ, പിന്നെ സീക്ക് ഇൻവേഴ്സിൻ്റെ വരുന്നത് R- സെറ്റ് -1 1 ആണ്. സെറ്റല്ല, ഇൻ്റർവെൽ 0 to π -π/2. ഓക്കെ, ടാൻ ഇൻവേഴ്സിൻ്റെ വരുന്നത് R2 -π/2 π/2 ഓപ്പൺ ആണ്. കോട്ട് ഇൻവേഴ്സിൻ്റെ വരുന്നത് R2 0 π ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക. നേരത്തെ ഒരു മിസ്കൺഫ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ന്യൂമറിക്കലാണ്. ഈ ഫസ്റ്റ് പാർട്ടാണ് കുറച്ചൊന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവർക്കും ചെറിയൊരു രീതിക്കൊരു ഇതും തോന്നാം. പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് ആ ഐഡിയ ഒന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു പോർഷൻ കുറച്ചൊരു ട്രൈ ആണ്. അത് കഴിഞ്ഞുള്ള എല്ലാം അങ്ങോട്ട് ന്യൂമറിക്കൽസാണ്. അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും അങ്ങ് ചെയ്തു പോകാം. ആ സംഗതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ടപ്പേന്നൊന്ന് ചെയ്തു പോകാം, അതിന് കുഴപ്പമില്ല. ജസ്റ്റ് ആ ഒരു ഐഡിയ എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേത് കുറച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്, എടുത്താൽ രസമാണ്. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ സെക്ഷൻ ന്യൂമറിക്കൽ സെഷൻ എല്ലാവർക്കും സിമ്പിൾ. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം. നമുക്ക് അതിലോട്ട് കടക്കാം. ഓക്കെ, അതിൽ പറയുന്നത് ഫസ്റ്റ് ചോദ്യം സൈൻ ഇൻവേഴ്സ് 1/√2 വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എക്സ് എന്ന് എഴുതുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് പോകുമ്പോൾ സൈൻ എക്സ് = 1/√2. സൈൻ എക്സ് എപ്പോഴാണ് 1/√2 ആവുക? π/4 വരും. അപ്പോൾ എക്സ് എന്താണ്? π/4 കിട്ടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കുക, ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ അകത്താണോ നിൽക്കുന്നതെന്ന് നോക്കുക. അകത്താണെങ്കിൽ മാത്രം എഴുതുക, അകത്തല്ലെങ്കിൽ അത് എഴുതരുത്. അകത്തല്ലെങ്കിൽ അതിനകത്താക്കാനുള്ള വിധത്തിൽ ജസ്റ്റ് ഒന്ന് രൂപം മാറ്റി എടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ π/2 എന്ന് പറയുന്നത് -π/2നും π/2നും ഇടയിലാണ് നമ്മുടെ സൈൻ ഇൻവേഴ്സിൻ്റെ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. അത് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന സംഭവമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത കേസസ് ആണെങ്കിൽ അതിനൊന്ന് ഒപ്പിച്ചെടുക്കുക, എങ്ങനെ അതിൻ്റെ ഉള്ളിൽ സ്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് മാറ്റിയിട്ട് വേണം ന്യൂമറിക്കൽസ് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന മഹാസാഗരത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ചോദ്യം, ഒരു ഇക്വേഷനാണ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് = എക്സ് where x belongs to closed interval -1 1. അതായത് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ചെയ്ത് എനിക്ക് എക്സ് തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരിടത്ത് sin raised-1, അപ്പുറത്ത് sin raised-1. അങ്ങനെയല്ല കേട്ടോ, ജസ്റ്റ് ലോജിക്കലി ചിന്തിക്കുക. അപ്പോൾ 1 + -1 എത്ര? 0. sin raised-0 1. അങ്ങനെ ചിന്തിക്കുമ്പോൾ എക്സ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ എക്സ് പുറത്തിട്ടില്ല. അങ്ങനെ ഒരു ലോജിക്കലി ചിന്തിക്കാം. അങ്ങനെയൊന്നും അല്ല ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഈ പോർഷൻ അങ്ങ് 1 ആക്കി എടുത്ത് ഇപ്പോൾ എക്സ് ബാക്കി. പക്ഷേ ആ എക്സ് എന്തായിരിക്കണം? ആ ഒരു സൈനിൻ്റെ റേഞ്ച് വരണം.
പുറത്തുള്ള ഫംഗ്ഷൻ്റെ റേഞ്ചാണ് ഇവിടെ വരുന്നത്. നേരെ മറിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സും എന്ത് തന്നെയാണ്, എക്സ് ആണ്. പക്ഷേ ആ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് റെസ്ട്രിക്റ്റഡ് ഡൊമെയിനിൽ വരുന്നതാണ്, -π/2 to -π/2. ഓക്കെ, ഇതുപോലെ ബാക്കിയുമുണ്ട്. കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ്, അതെല്ലാം എക്സ് തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ്, ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, സീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കൊസീക്ക് എക്സ്, കൊസീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ്, ഇതെല്ലാം എക്സ് തന്നെയാണ്. പക്ഷേ ആ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ്റെ റേഞ്ചിൻ്റെ അകത്ത് പെടണം എന്ന് മാത്രമേ റൂളുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. നെക്സ്റ്റ് ഇനി അടുത്ത റൂളാണ് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കോസീക്ക് ഇൻവേഴ്സ് എക്സ് വെർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 or x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അത് ശ്രദ്ധിക്കുക. കോസ് ഇൻവേഴ്സ് 1/x ഈസ് ഈക്വൽ ടു കോസിൻ്റെ ഇൻവേഴ്സ് എന്താ, സീക്ക്, സീക്ക് ഇൻവേഴ്സ് എക്സ്, സെയിം റൂൾ തന്നെ വരുന്നു. ഓക്കെ, തിരിച്ചിട്ടാൽ മതി എന്ന് ആലോചിച്ചാൽ മതി. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈസ് ഈക്വൽ ടു എന്ന ടാനിൻ്റെ ഇൻവേഴ്സ് കോട്ട്, കോട്ട് ഇൻവേഴ്സ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, 0 ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, 1/0 നോട്ട് ഡിഫൈൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ് എനിക്ക് കാണേണ്ടതെന്ന് ഓർത്തും അതിന് ഞാൻ y എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ് എന്താകും, ഈ കൊസീക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ കൊസീക്ക് y എന്ന് വരും. ഇനി ഞാൻ രണ്ടിനെ 1/1 എന്ന് എഴുതുക. അപ്പോൾ 1/x ഈക്വൽ ടു 1/കൊസീക്ക് y. ഓക്കെ, 1/കൊസീക്ക് y എന്ന് പറയുന്നത് സൈൻ y. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു സൈൻ y. അപ്പോൾ സൈൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു y. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് 1/x ഈക്വൽ ടു y എന്താണ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡൻറ്റിറ്റി കിട്ടി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 3 പ്രൂവ് ചെയ്യുക. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ ഐഡിയ തരുന്നുള്ളൂ, ബാക്കി നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ബാക്കി രണ്ടെണ്ണം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അതും കൂടെ ചെയ്ത് വരുവാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം ഒരു മോഡൽ കാണിച്ച് ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇനി അടുത്ത ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പറഞ്ഞ സൈൻ ഇൻവേഴ്സ് ഓഫ് -x ഇസ് ഈക്വൽ ടു -sin ഇൻവേഴ്സ് എക്സ് where x belongs to closed interval -1 1. ഓക്കെ, അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് -x is equal to -tan inverse x where x belongs to R and cosec inverse of -x is equal to -cosec inverse x where mod x greater than or equal to 1. ഇതാണ് 3 റൂൾസ് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സയൻ ടാൻ കൊസീക്ക് അതിലൊരു ടീമാണ്, അവരെന്ത് ചെയ്താലും അവർ ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഇവർ 3 പേരും അവരുടെ നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തിട്ടു, എന്നിട്ട് അവരായിട്ട് തന്നെ നിന്നു. ആ കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ y ആയിട്ട് എടുക്കുന്നു. എനിക്ക് എൻ്റെ ഉത്തരം എന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഉത്തരം -sin ഇൻവേഴ്സ് എക്സ് ആണെന്ന് കണ്ടുപിടിച്ചു. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y എന്ന് എഴുതി. അപ്പോൾ -x ഇസ് ഈക്വൽ ടു സൈൻ y. ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോറി, -x ആയിരുന്നു, സൈൻ ഇങ്ങോട്ട് പോകുമ്പോൾ -x ഇസ് ഈക്വൽ ടു സൈൻ y. സോ x ഇസ് ഈക്വൽ ടു -sin y. ഓക്കെ, സോ x ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് -y. ആ മൈനസിനൊന്ന് വൈക്ക് കൊടുത്ത് പുറത്തേക്ക് ഇടാമല്ലോ. x ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് -y. സൈൻ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും സൈൻ ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു -y. ദാറ്റ് ഈസ് മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ്, അതിന് പകരം എന്ത് കൊടുക്കാം, മൈനസ് സൈൻ ഇൻവേഴ്സ് -x കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴേക്കും സൈൻ ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു -sin ഇൻവേഴ്സ് x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡെറിവേഷൻ വരുന്നത്. ഒരു പാർട്ട് കാണിച്ചു, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, സൈൻ ആ ഒരു ടീം സൈൻ ടാൻ കൊസീക്ക്
ഇവർ 3 പേരും എന്താണ് ഒരു ടീമായിട്ടാണ് വന്നത്. മറ്റടുത്ത് കോസ് സീക്ക് കോട്ട് അവരും ഒരു ടീമായിട്ടാണ് വരുന്നത്. അവരുടെ ആ റേഞ്ച് ആ ഒരു കോൺസെപ്റ്റ് അടക്കം നമുക്ക് ആ ഒരു രീതിക്ക് പഠിക്കാം. അപ്പോൾ അതൊന്ന് പറയാവേ. അതായത് സൈന് കോസ് സൈന് ടാന് കൊസീക്ക്. ഓക്കെ, അവരുടെ ഡൊമെയിൻസ് വാല്യൂസ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. സൈൻ്റെത് -1 ആണ്, ടാനിൻ്റെ റിയൽ നമ്പേഴ്സാണ്, കൊസീക്കിൻ്റെ R-1 ആണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കണം. റേഞ്ച് കാണാനുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. എല്ലായിടത്തും -π/2 to π/2 എന്ന് എഴുതുക. ഓക്കെ, -π/2 to π/2 എന്ന് എഴുതുക. എന്നിട്ട് ആദ്യത്തെ അതിന് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക, രണ്ടാമത്തേനും ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക, മൂന്നാമത്തേനും ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ടാനിൻ്റെ അതിൽ നിന്ന് കൊസീക്കിൻ്റെ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് 0 ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ടാനിൻ്റെ ആണ് ഈ ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, ക്ലോസ്ഡ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? സൈന് കൊസീക്ക് ടാനിൻ്റെ ഓപ്പൺ ആണ്. ഓക്കെ, കൊസീക്കിൻ്റെ സൈന് ക്ലോസ്ഡ് ആണ്, 0 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് ഇത്, പക്ഷെ വ്യത്യാസം ഒന്നാണ്. -π/2ൻ്റെയും π/2യുടെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള 0 സെറ്റായിട്ട് കുറച്ചു, അതാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇനി അതുപോലെ തന്നെ കോസ് സീക്ക് കോട്ട്, കോസിന് എന്താണ് -1 ആണ്, സീക്കിന് എന്താണ് R-1 ആണ്, കോട്ടിന് എന്താണ് 6 ആണ്. ഇവിടെ വരുന്നത് 0π അതിടുക. കോസിന് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക, സീക്കിന് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക, പക്ഷേ അവരുടെ മിഡ് വാല്യൂ 0യുടെയും πയുടെയും നടുക്ക് π/2 ആണ്, അത് സെറ്റായിട്ട് കുറയ്ക്കുക, മറ്റേതിന് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്നൊരു ചേഞ്ച്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സെറ്റ്, അതായത് സൈൻ ഇൻവേഴ്സ് -x, ടാൻ ഇൻവേഴ്സ് -x, കൊസിക് ഇൻവേഴ്സ് -x അത് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കോസ് ഇൻവേഴ്സ് -x, സീക്ക് ഇൻവേഴ്സ് -x, കോട്ട് ഇൻവേഴ്സ് -x. ഇത് മൂന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പയ്യെന്ന് അങ്ങ് എഴുതുക, പൈ 3 ഇതിൻ്റെ നെഗറ്റീവ് കുറയ്ക്കുക. ഓക്കെ, കോസ് ഇൻവേഴ്സ് -x എന്ന് പറയുമ്പോഴേക്കും പൈ എഴുതുക, മൈനസ് പുറത്തോട്ട് ഇടുക, എന്നിട്ട് കോസ് ഇൻവേഴ്സ് ബാക്കിയുള്ളത് എഴുതുക. ഓക്കെ, പൈ സീക്ക് ഇൻവേഴ്സ് x, പൈ കോട്ട് ഇൻവേഴ്സ് x. ഓക്കെ, ജസ്റ്റ് അവരൊക്കെ എന്തിൽ പെടുന്നു എന്നൊന്ന് സൈഡിൽ വേണേൽ നോട്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ഇവിടെ സീക്ക് ഇൻവേഴ്സ് x mod x > 1, രണ്ടാമത്തെ കേസിൽ x ബിലോങ്സ് ടു R. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് -x എനിക്ക് ഉത്തരം അറിയില്ല, സോ ഞാൻ y ആയിട്ട് എടുക്കുന്നു. അപ്പോൾ -x കോസ് ഇൻവേഴ്സ് അപ്പുറത്തോട്ട് പോയി, സോ കോസ് y. ഓക്കെ, അപ്പോൾ x -cos y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ x -cos y എന്ന് എഴുതി. അതായത് x cos π - y എന്നെഴുതാം. എനിക്ക് അതിനെ ജസ്റ്റ് വാല്യൂ മാറ്റി എഴുതാം. അപ്പോൾ cos π - y എന്ന് പറയുന്നത് cos -y ആണ്, അപ്പോൾ -cos y അങ്ങനെ വരില്ലേ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി കോസിന് ഇപ്പുറത്തോട്ടുണ്ട്, അപ്പോൾ കോസ് ഇൻവേഴ്സ് x π - y. y എന്താണ്? കോസ് ഇൻവേഴ്സ് -x. സോ കോസ് ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഡെറിവേഷനായി. അപ്പോൾ ബാക്കി രണ്ടെണ്ണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തത് കുറച്ച് ഇക്വേഷൻസ് കൂടുതലുള്ളൊരു ചാപ്റ്ററാണിത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലും അങ്ങനത്തെ ഇക്വേഷൻസ് ഇല്ല. ട്രിഗണോമെട്രി അറിയാം, പഠിച്ചവർക്ക് അറിയാം. +1 തന്നെ കടൽ പോലെ ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ +2ലും കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ബോറിംഗ് ആണ് എങ്കിലും നമുക്ക് ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് x പ്ലസ് കോസ് ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു π/2.
ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. റെസ്ട്രിക്ഷൻ ഒന്ന് എഴുതുക. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇവിടുത്തെ എക്സ് ബിലോങ്സ് ടു R. ഇവിടുത്തെ എക്സ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് കാണിക്കാം. അതായത് നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിന് y ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ y ആണ്. ഓക്കെ, അതായത് കോസ് π/2 - y. ഓക്കെ, കോസ് π/2 - y എന്ന് പറയുമ്പോഴേക്കും π/2 എന്ന് y പോയി. അപ്പോൾ കോസ് എന്തായിട്ട് മാറും? സൈനായിട്ട് മാറും. സൈൻ ഓഫ് y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ കോസിന് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 - y വിച്ച് ഈക്വൽ ടു π/2 മൈനസ് y എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ്. ഇനി സൈൻ ഇൻവേഴ്സ് എക്സിന് ഇപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കി രണ്ടെണ്ണം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, അതെന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് മീൻസ് ചെയ്ത് നോക്കിയിട്ട് അതും ഒന്ന് മനസ്സിലാക്കിച്ചെടുക്കുക. ഇനി അടുത്ത ഇക്വേഷനാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 മൈനസ് XY. XY എന്തായിരിക്കണം? 1-നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, 1 ആയിക്കഴിഞ്ഞാൽ പറ്റില്ല, 0 വന്നു. 1-നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 അടിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 1 + XY. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനിലെ കണ്ടീഷൻ XY < 1, സെക്കൻഡ് ഇക്വേഷനിലെ കണ്ടീഷൻ XY > -1. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കൊരു ഡെറിവേഷൻ കാണിച്ചു തരാം. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ തീറ്റ എന്നും ടാൻ ഇൻവേഴ്സ് വൈനെ ഞാൻ ഫൈ എന്നും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയും വൈ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഫൈയും ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതി. അപ്പോൾ ഞാൻ ടാൻ തീറ്റ പ്ലസ് ഫൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ /1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ. +1 ഐഡൻറ്റിറ്റിയാണ് ഇത്, ടാൻ എക്സ് പ്ലസ് ഫൈയുടെ. അപ്പോൾ ടാൻ തീറ്റ എന്താണ്? എക്സ്, ടാൻ ഫൈ 1/x ഫൈ. ഓക്കെ, അപ്പോൾ ടാൻ ഇപ്പുറത്തോണ്ടുമ്പോഴേക്കും തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 മൈനസ് XY. ഇനി തീറ്റയ്ക്കും ഫൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്, ഫൈ എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ. സോ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് y/1 മൈനസ് XY. ഓക്കെ, അപ്പോൾ സെയിം തന്നെ നെഗറ്റീവിൻ്റെ കേസിലും ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x/1 + x², വേർ മോഡ് എക്സ് < or 1. നമ്മൾ പഠിച്ചിട്ടില്ലേ സൈൻ 2xൻ്റെ ഇക്വേഷൻ 2 tan x/1 + tan square x. അപ്പോൾ അതുപോലെ തന്നെ സിമിലർ ആണ് ഈ ഇക്വേഷനും. ഓക്കെ, പിന്നെ 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് x²/1 + x², വേർ x < or 0, ആൻഡ് 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x/1 മൈനസ് x², where x belongs to ഓപ്പൺ ഇൻ്റർവെൽ -1 1. ഓക്കെ, ഈ 3 ഇക്വേഷനും 2 ടാൻ ഇൻവേഴ്സ് എക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സൈൻ ഇൻവേഴ്സ് 2x/1 + x², കോസ് ഇൻവേഴ്സ് 1 മൈനസ് x²/1 + x², ടാൻ ഇൻവേഴ്സ് 2x/1 മൈനസ് x². ഓക്കെ, അപ്പോൾ അത് ആ ഫോർമാറ്റിൽ തന്നെ സൈൻ 2xൻ്റെ ഫോർമാറ്റിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, കോസ് 2xൻ്റെ ഫോർമാറ്റിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഇത് അതാതിൻ്റെ അതിന് വരുന്നത്. ഇത് സൈൻ 2xന്, ഇത് കോസ് 2xന്, ഇത് ടാൻ 2xന്. നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായി, ക്ഷമിക്കുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡെറിവേഷൻ. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ y എന്ന് എടുക്കുക. സോ എക്സ് എന്താണ്? ടാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ടാൻ y. ഓക്കെ,
സൈൻ ഇൻവേഴ്സ് 2x/1 + x² എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 2 tan y ബൈ എക്സിന് tan y എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ 1 + tan²y. ഓക്കെ, അതെന്തായി? സൈൻ ഇൻവേഴ്സ് സൈൻ 2y ആണ്. ഓക്കെ, 2x പകരം 2y കൊടുത്തു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്താണ്? എക്സ് ആണ്. സോ 2y എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇത് ലോജിക്കലായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്താലും മതിയാവും. ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്നത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനും പിന്നെ അതുപോലെ തന്നെ പ്രൂവ് ദാറ്റ്സും ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 ചോദ്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ. ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഈ ചോദ്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻസിൻ്റെ ബേസിൽ ഈ ചോദ്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിയുകയാണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളിൽ ഒരെണ്ണം ചെയ്യാം. ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് 2x √1 - x² is equal to 2 sin inverse x where x belongs to -1/√2 and 1/√2 closed interval. ഓക്കെ, ഇതാണ് ചോദ്യം. നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചോദ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണമെന്ന് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സിന് എന്താണ് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ 1 - sin²θ ആ ഒരു ഫോർമാറ്റിൽ കിട്ടും എനിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിന് എന്ത് ചെയ്യുക? ജസ്റ്റ് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ തീറ്റ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് പോയി, സൈൻ ഇങ്ങോട്ട് പോയി. സൈൻ ഇൻവേഴ്സ് എക്സ് = തീറ്റ എന്ന് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് 2 sin θ √1 - sin²θ. ഓക്കെ, അപ്പോൾ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 2 sin θ, ഇതെന്താണ്? √1 - sin²θ cos θയാണ്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 sin θ cos θ എന്ന് കിട്ടി. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ 2θ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്താണ്? എക്സ് 2θ. അപ്പോൾ 2θ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് ഈ സൈഡ് സെയിം ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ അങ്ങോട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, 1-2 ചെയ്യുന്നുള്ള കാര്യം. കുറേ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞുതരാം. ആ ഒരു ഐഡിയയുടെ ബേസിൽ ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സിംപ്ലസ്റ്റ് ഫോമിൽ എന്ന് പറയുമ്പോഴേക്കും കോട്ട് ഇൻവേഴ്സ് 1/√x² - 1 mod x > 1നെ ഏറ്റവും ചെറിയൊരു കോമ്പാക്റ്റ് ഫോമിൽ എഴുതാനുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോമിൽ എക്സിന് ഞാൻ സീക് തീറ്റ എന്ന് കൊടുക്കുകയാണ്. സീക് തീറ്റ എന്ന് കൊടുത്താൽ എന്താ ഗുണം? ഇവിടെ 6² θ - 1. അപ്പോൾ എന്തായി? 1/tan x, അതായത് കോട്ടെക്സ് എന്ന് കിട്ടും. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് കോട്ടെക്സിന് എനിക്ക് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൽ തീറ്റയുടെ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. സിംപ്ലസ്റ്റ് ഫോർമുല കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അതിൽ എക്സിന് കൊടുക്കുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ മൊത്തം ഇക്വേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കൊടുത്താൽ പോരാ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ കണക്കുമായിട്ടൊരു ലിങ്കേജ് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ +1 ട്രിഗണോമെട്രി ഇക്വേഷൻസ് എല്ലാം മനസ്സിലാക്കി അതിലുള്ള ചോദ്യങ്ങളും ചെയ്ത്, ഇതിന് മുമ്പത്തെ ചോദ്യങ്ങൾ കുറേ ഇങ്ങനെ നമ്മൾ ട്രിഗണോമെട്രിയുമായിട്ട് ചെയ്ത് ഡീൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ ഇതിന് സൈൻ ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം കിട്ടിക്കോളും, ഇതിന് ടാൻ ഇട്ട് കഴിഞ്ഞാൽ ഉത്തരം കിട്ടിക്കോളും, ആ ഒരു റേഞ്ചിലോട്ട് എത്തും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഇക്വേഷൻ ഇട്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കണ്ടെത്തുന്നു. ഇപ്പോൾ √1 - x², അപ്പോൾ അവിടെ എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ എനിക്ക് കോസ് തീറ്റ ഉത്തരം കിട്ടും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് എക്സിന് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റെപ്സ് പടിപടിയായി ചെയ്ത് പോകുമ്പോഴേക്കും അവസാനം ഒരു ഉത്തരം കിട്ടും. അപ്പോൾ അത് സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെ ആയി. നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യും. അവസാനത്തെ ഉത്തരവാണ് അതിൻ്റെ കോമ്പാക്റ്റഡ് ഫോം. അത് സിംപ്ലസ്റ്റ് ഫോമിൽ അത് എഴുതുക എന്ന് പറയും. അപ്പോൾ നമുക്ക് എക്സിന് സീക് തീറ്റ എന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും എന്ത് വരും? കോട്ട് ഇൻവേഴ്സ് 1/√6² θ - 1. അപ്പോൾ എന്തായി? കോട്ട് ഇൻവേഴ്സ് 1/tan θ. അപ്പോൾ എന്തായി? കോട്ട് ഇൻവേഴ്സ് 1/tan θ കോട്ട് തീറ്റയാണ്. സോ കോട്ട് തീറ്റ, അതായത് എന്താണ്? തീറ്റ തന്നെയാണ്. തീറ്റ എന്താണ് ഇവിടെ?
സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. സീക്കിനെ അങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ തീറ്റ ഒറ്റ കിട്ടും. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ 2 ചോദ്യം കൂടെ ചെയ്യാൻ കാര്യം 2 എണ്ണം വരുമ്പോഴേക്കും അതൊന്നും ആയിട്ടില്ല. അപ്പോൾ 2 ചോദ്യം കൂടെ ചെയ്യാം. സെയിം മോഡൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ദ പ്രൂവ് ദാറ്റ്. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടത് എന്തെന്നാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x/1 - x² is equal to tan inverse 3x - x³/1 - 3x² where mod x less than 1/√3. കുറച്ച് വലിയ ചോദ്യമാണ്. പക്ഷേ +1 ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. +1 ട്രിഗണോമെട്രി പഠിച്ച എല്ലാ ഫോർമുലാസും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ +1 പഠിച്ച എല്ലാ ഫോർമുലാസും നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ചാപ്റ്റർ നല്ല എളുപ്പമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അത് പഠിക്കാതെ ഇത് പഠിക്കാൻ നോക്കരുത്, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലുള്ള എല്ലാ ഇക്വേഷനും ഒന്നുപോലും വിടാതെ എല്ലാം പഠിക്കുക. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്ത് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്സിന് ഞാനിവിടെ ടാൻ തീറ്റ തന്നെ കൊടുക്കുക. എല്ലാം ടാൻ ആണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടാൻ തീറ്റ കൊടുക്കുക. വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ച ഒരാൾക്ക് ഇതിന് എന്താണ് 3 tan തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ/1 - 3 tan സ്ക്വയർ തീറ്റ. ടാൻ 3 തീറ്റയുടെ ഇക്വേഷൻ ആണതെന്ന് ഓൾറെഡി കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ച് വെക്കണ ഒരാൾക്ക് ഇത് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്താൽ അത് ടാൻ 3 തീറ്റയുടെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ 3 തീറ്റ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ വരും. അപ്പോൾ അതാണ് ഇക്വേഷൻസ് എല്ലാം പഠിക്കാൻ പറഞ്ഞത്. ഇക്വേഷൻസ് എല്ലാം പഠിച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എന്തിടണമെന്ന് മനസ്സിലാവും. അത് കാണുമ്പോൾ തന്നെ ഇതിട്ട ഉത്തരം കിട്ടും എന്ന് മനസ്സിലായി. നമ്മളത് ഇടുന്നു, നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത് ഇക്വേഷൻസ് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടി. സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എക്സിന് വാല്യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ RHS ചെയ്യുക. ടാൻ ഇൻവേഴ്സ് 3 tan തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ/1 - 3 tan സ്ക്വയർ തീറ്റ. ഓക്കെ, അതായത് എക്സിന് ഇവിടെ വാല്യൂസ് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. സോ ടാൻ ഇൻവേഴ്സ് ഇതെന്ന് പറയുന്നത് ടാൻ 3x-ൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ എക്സിന് വേണം തീറ്റയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ ഇസ് ഈക്വൽ ടു 3 തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 3. തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. 3 tan ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 tan ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x/1 - x². ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൂവ് ദാറ്റ് ഉണ്ട്. പിന്നെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം നേരത്തെ മോഡൽ തന്നെ എടുക്കാം. സൈൻ ഇൻവേഴ്സ് 2x√1 - x² ഇസ് ഈക്വൽ ടു 2 cos ഇൻവേഴ്സ് എക്സ് where x belongs to closed interval -1/√2 1 both are closed. ഓക്കെ, ചോദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് സൈൻ തീറ്റ കൊടുക്കുന്നില്ല. ഉത്തരം കോസ് തീറ്റയായി വന്നുകൊണ്ട് ഒന്ന് കോസ് തീറ്റ കൊടുത്ത് നോക്കാം. മാറി മാറി വരും. അപ്പോൾ അതൊന്നും മാറ്റി തന്നെ ചെയ്ത് നോക്കണം. ഈ ടെസ്റ്റിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവാറും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് തന്നെ വരും. അപ്പോൾ അത് ജസ്റ്റ് എഴുതി കൊടുക്കാനുള്ളതേ ഉള്ളൂ. ചിലത് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ കിട്ടും. ചിലത് ഈ പറഞ്ഞില്ല, ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ എന്ത് ഇടണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇക്വേഷൻസ് എല്ലാവരും പഠിക്കുക. അതാണ് ഇതിൽ ഉള്ളൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 cos തീറ്റ into √1 - cos square theta is equal to sin inverse 2 cos theta sin theta is equal to sin inverse sin 2 theta which is equal to 2 theta which is equal to 2 cos inverse x. തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുക. നമുക്ക് സെയിം തന്നെ കിട്ടിയില്ലേ. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. പിന്നെ ടാനിൻ്റെ അഡീഷൻ അങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ നമ്മുടെ എക്സസൈസ് 2.2-ൽ
സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാൻ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രൂവ് ദാറ്റുകൾ കൊടുത്തിട്ടുണ്ട്, വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്, വാല്യൂസ് കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മുടെ മിസ്സെലനസിൽ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ലെവലിൽ ഒന്നുകൂടെ ഒന്ന് കടന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഫസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഈ സാധാ കണക്ക് പോലല്ല, കുറച്ചുകൂടെ ഒന്ന് കടന്ന് ചിന്തിച്ച് കഴിഞ്ഞാലാണ് നമുക്കിത് കിട്ടുക, പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്ന് ഇതെല്ലാം ഒന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം കൂടുതൽ ചിന്തിക്കാൻ അനുവദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം. മിസ്സലേനിയസ് എക്സാമ്പിൾസിൽ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. പിന്നെ മിസ്സലേനിയസ് എക്സസൈസസ് ഓൺ ചാപ്റ്റർ 2, അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ മിസ്സലേനിയസ് എന്ന് തന്നെ നിർബന്ധം പറയാൻ പറ്റില്ല. നമുക്ക് എക്സസൈസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മിസ്സലേനിയസിൽ നിന്ന് വളരെ റെയറായിട്ട് ചോദിക്കുന്നുണ്ടെന്നല്ല, ചോദിക്കാൻ കാര്യം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസാണ് മിക്കവാറും NCERTന്ന് എക്സാമിനായിട്ട് വരാറ്. അപ്പോൾ എക്സസൈസസിലുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്യുക. പിന്നെ മിസ്സലേനിയസിലുള്ള എല്ലാ ചോദ്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടും, കുഴപ്പമില്ല. മിസ്സലേനിയസ് എക്സാമ്പിൾസിലെ ക്വസ്റ്റ്യൻസും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ചെറിയ ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഇക്വേഷൻസിൻ്റെ വലിപ്പം കുറച്ചുണ്ട്. പിന്നെ പറയണ പോലെ ആദ്യത്തെ കണ്ടന്റ് 6 ഫംഗ്ഷനിൽ എങ്ങനെയാണ് ഇൻവെർട്ടിബിൾ ആവണതെന്ന് കിട്ടാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അറിയാം, ആദ്യത്തെ സെഷൻ പറഞ്ഞതും കുറച്ച് ട്രൈ ആണ്, കുറച്ച് ഉറപ്പിക്കലാണെന്ന് അറിയാം, എങ്കിലും അത് പറയാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ജസ്റ്റ് പറയുന്ന കാര്യം. വീഡിയോ എടുക്കുമ്പോൾ നമ്മളെല്ലാം പറയണം, അല്ലാതെ ഒരു ഇത്ര പോർഷൻ മാത്രം പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വൃത്തികേടാണെങ്കിലും ആദ്യത്തെ സെക്ഷനും കൂടെ ഒന്ന് കുറച്ച് ഉറപ്പിച്ചിട്ടാണെങ്കിലും പറഞ്ഞത്. രണ്ടാമത്തെ സെക്ഷൻ പിന്നെ പ്യുവർലി ഇക്വേഷൻ പാർട്ട്, ന്യൂമറിക്കൽ പാർട്ടാണ്. അത് ജസ്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, മറ്റേത് ഐഡിയ കിട്ടാൻ കുറച്ച് പണിയാണ്. കിട്ടിയില്ലെങ്കിലും ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം, ഒന്ന് സൈഡേ വെച്ചാലും പിന്നെയാണെങ്കിൽ നമുക്ക് ഇതാക്കി എടുക്കാം. പക്ഷേ അത് എന്താ ഫസ്റ്റ് പ്രയോറിറ്റി അല്ല. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് എപ്പോഴും ഇവിടെ ന്യൂമറിക്കൽസിനാണ്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. പക്ഷേ അതെങ്ങനെ വന്നു അങ്ങനെയൊക്കെ ഉള്ളതാണ് ആദ്യത്തെ പാർട്ട്. അപ്പോൾ മിക്കവർക്കും അത് ഒന്നും പ്രത്യേകിച്ച് നിർബന്ധം പറയാൻ പറ്റില്ല. അത് എല്ലാവർക്കും പറഞ്ഞ പോലെ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല, കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് നമുക്ക് സമയം എടുത്ത് തന്നെ മനസ്സിലാക്കിയാലും മതി. പക്ഷേ സെക്കൻഡ് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാദ്യം എന്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതാദ്യം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർ പോലെ മീൻസ് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളത് എങ്ങനെ വന്നു എന്നൊക്കെ അറിയണം എന്നുള്ളവർ ഫസ്റ്റ് പാർട്ടും കൂടെ പഠിച്ച് വെക്കുന്നത് മാത്സ് പഠിക്കാൻ, ആ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും നമ്മളെ സഹായിക്കും. ആ ഒരു ഫസ്റ്റ് പാർട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ നമ്മൾ പരീക്ഷയ്ക്ക് ഓക്കെ, രണ്ടാമത്തെ സെക്ഷനും കൂടെ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കതിനോടൊരു ഇഷ്ടം തോന്നുന്നത്. കുറച്ച് വെറുപ്പിക്കലാണെങ്കിലും അതെല്ലാവരും ഒന്ന് പഠിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.